നമസ്കാരം. 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ലോഹങ്ങൾക്കും അലോഹങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണുള്ളത്, അല്ലേ? അവയുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി അവയെ ഉപയോഗിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിശോധിച്ചാലോ? പീരിയോഡിക് ടേബിളിൽ ആകെ 118 എലമെൻറ്റ്സ് ആണുള്ളത്, അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സും മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മെറ്റൽസ് കാണപ്പെടുന്നത്, എന്നാൽ റൈറ്റ് സൈഡിൽ നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങളും കാണപ്പെടുന്നു. ഇതിനിടയിലായിട്ട് ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡ്സ് എന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇവ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. ഇനി നമുക്ക് മെറ്റൽസ് എന്താണെന്ന് നോക്കാം, അല്ലേ? ഡിഫൈൻ മെറ്റൽസ്. Metals are generally solids that exhibit properties like hardness, thermal conductivity, electrical conductivity, ductility, malleability, etc. ലോഹങ്ങൾ എന്നാൽ എന്ത്? പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും കാഠിന്യം, താപചാലകത, വൈദ്യുത ചാലകത, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി തുടങ്ങിയ സവിശേഷതകൾ ഉള്ളവരുമാണ് ലോഹങ്ങൾ. ഓക്കെ, അപ്പം മെറ്റൽസ് എന്ന് പറയുമ്പം ജനറലി അവരെന്താ, സോളിഡ്സ് ആണ്. സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിലാണ് അവർ കാണപ്പെടുന്നത്. അവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹാർഡ്നെസ്, കാഠിന്യം, അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, താപചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ആൾക്കാരാണ് മെറ്റൽസ്. അവ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഇനി മെറ്റൽസിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ്. അയൺ, ഇരുമ്പ്, അതുപോലെ കോപ്പർ, ചെമ്പ്, അലൂമിനിയം, അതുപോലെ ഗോൾഡ്, സ്വർണം, സിൽവർ, വെള്ളി, ഇതെല്ലാം മെറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ പറഞ്ഞു മെറ്റൽസ് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ജനറലി പൊതുവേ സോളിഡ് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. എന്നാൽ നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ദ്രാവകാവസ്ഥയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റലുണ്ട്, അതാണ് മെർക്കുറി. ദ മെറ്റൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ നോർമൽ ടെമ്പറേച്ചർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം, അതാണ് മെർക്കുറി. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ മെറ്റൽസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ്. ഹാർഡ്നെസ്, മെറ്റാലിക് ലെസ്റ്റർ, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സോണോറിറ്റി. ലോഹങ്ങളുടെ സവിശേഷതകൾ എഴുതുക. കാഠിന്യം, ലോഹദ്യുതി, താപചാലകത, വൈദ്യുത ചാലകത, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സോണോറിറ്റി. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. മെറ്റൽസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്, കാഠിന്യം. നമുക്കറിയാം ചുറ്റിക, ഹാമർ, അല്ലേ? ചുറ്റിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ? അതിൻ്റെ കാഠിന്യമാണ്, അതിൻ്റെ ഹാർഡ്നെസ് ആണ്, അല്ലേ? വസ്തുക്കളെ അടിച്ചു പരത്താനും ഇടിച്ച് വളയ്ക്കാനും ഒക്കെ നമ്മൾ ഹാമർ ഉപയോഗിക്കാറുണ്ട്, ചുറ്റിക ഉപയോഗിക്കാറുണ്ട്, അല്ലേ? പൊതുവെ എല്ലാ മെറ്റൽസും ഹാർഡ്നെസ് കാണിക്കുന്നുണ്ട്, കാഠിന്യമുള്ളവയാണ്, അല്ലേ? എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മൃദുവായിട്ടുള്ള ലോഹങ്ങൾ. അവയെ നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മെറ്റൽസാണ് സോഫ്റ്റ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ് മെറ്റൽസ് അഥവാ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. മെറ്റൽസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി. അപ്പോൾ നമുക്കിവിടെ ചിത്രത്തിൽ അലൂമിനിയത്തിൻ്റെയും ഗോൾഡിൻ്റെയൊക്കെ ഷീറ്റുകൾ കാണാം, അല്ലേ? അപ്പോൾ എന്തായിരിക്കും മാലിബിലിറ്റി? മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ആൻഡ് ഫ്ലാറ്റേൺഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ഈസ് നോൺ ആസ് മാലിബിലിറ്റി. ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിബിലിറ്റി. നെക്സ്റ്റ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെറ്റൽസിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റാനുള്ള കഴിവാണ്, അതായത് നേർത്ത തകിടുകളാക്കി മാറ്റുക. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ സവിശേഷത ഡക്റ്റിലിറ്റി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മെറ്റൽസിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ കാണുന്നതാണ് ടങ്സ്റ്റൺ മെറ്റൽ. ഈ മെറ്റൽ അടിച്ചു പരത്തി
ചെറിയ വയറുകളാക്കി മാറ്റുന്നു. ഈ തിൻ വയേഴ്സ് ആണ് ബൾബിൻ്റെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൾബിൻ്റെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റലാണ് ടങ്സ്റ്റൺ. ഇവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഡക്റ്റിലിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി. ദ ഫിലമെൻ്റ് ഓഫ് ദ ബൾബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റൽ? വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് യൂസ്ഡ് ഹിയർ? ബൾബിൻ്റെ ഫിലമെൻ്റ് ഏത് മെറ്റൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്? അതാണ് ടങ്സ്റ്റൺ. മെറ്റൽസിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഡക്റ്റിലിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസാണ്. മാലിബിലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റൽസിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്നു, ലോഹങ്ങളെ തകിടുകളാക്കി മാറ്റുന്നു. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റൽസിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റുന്നു, ലോഹങ്ങളെ നേർത്ത കമ്പികളാക്കി മാറ്റുന്നു. ഇതൊരിക്കലും തിരിഞ്ഞു പോകരുത്, വളരെ സിമ്പിളാണ്. എക്സാമ്പിൾസും ഓർത്ത് വെച്ചേക്കണം. ഈ മെറ്റൽസിൻ്റെ ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി എന്നീ പ്രോപ്പർട്ടീസ് നമ്മൾ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. റൈറ്റ് എനി ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡക്റ്റിലിറ്റി ഓഫ് മെറ്റൽസ് ഈസ് യൂസ്ഡ്. ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻ ഫിലമെൻ്റ് ഓഫ് ബൾബ്, ബൾബിൻ്റെ ഫിലമെൻറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏത് മെറ്റലാണ്? ടങ്സ്റ്റൺ മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ഇലക്ട്രിക്കൽ വയേഴ്സ്, നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സ് ആയിട്ടൊക്കെ മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? ലോഹങ്ങളാണ് വൈദ്യുത കമ്പികളായിട്ട് ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? കോപ്പറാണ്. ചെമ്പ് വയറുകളാണ്, കോപ്പർ വയേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി റൈറ്റ് ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാലിബിലിറ്റി ഓഫ് മെറ്റൽസ് ഈസ് യൂസ്ഡ്. ലോഹങ്ങളുടെ മാലിബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന രണ്ട് സന്ദർഭങ്ങൾ എഴുതുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലോഹങ്ങളെ ഷീറ്റുകളാക്കി മാറ്റുകയാണ്, അല്ലേ? തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്നതാണ് മാലിബിലിറ്റി. ഫോർ മേക്കിംഗ് ഓർണമെൻറ്റ്സ്, ആഭരണ നിർമ്മാണത്തിന്, അതുപോലെ ഫോർ റൂഫിംഗ് ബിൽഡിങ്സ്, കെട്ടിടത്തിൻ്റെയൊക്കെ മേൽക്കൂര നിർമ്മിക്കാൻ. അലൂമിനിയത്തിൻ്റെയൊക്കെ ഷീറ്റുകളുണ്ട്, അല്ലേ? അലൂമിനിയം ഷീറ്റുകളൊക്കെ റൂഫിങ്ങിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതുപോലെ മാലിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയൊക്കെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഇതും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മെറ്റൽസിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത. എന്താണ് വൈദ്യുത ചാലകത? ദ എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി കടത്തിവിടാനുള്ള മെറ്റൽസിൻ്റെ ആ ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റൽസിന് ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ വയേഴ്സൊക്കെ നിർമ്മിക്കുമ്പോൾ മെറ്റൽസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹീറ്റ് കണ്ടക്ടിവിറ്റി, താപചാലകത. താപചാലകത എന്ന് പറയുമ്പോൾ എന്താ? ദ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ്, താപത്തെ കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഹീറ്റ് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ, അല്ലേ, പാചകം ചെയ്യുമ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? മെറ്റൽസ് ആണ്. യൂട്ടൻസിൽസ് ഒക്കെ മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ച യൂട്ടൻസിൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മെറ്റൽസ് യൂസ് ചെയ്യുന്നത്? മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. താപത്തെ അവർ കടത്തിവിടുന്നത് കൊണ്ടാണ് നമ്മൾ മെറ്റൽസ് എന്ത് ചെയ്യുന്നത്? പാത്രങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ലോഹപാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അവർ താപത്തെ കടത്തിവിടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെ മെറ്റൽസ് ആണ് യൂട്ടൻസിൽസ് ഒക്കെ നിർമ്മിക്കാനായിട്ട്? അയൺ, കോപ്പർ, അലൂമിനിയം ഒക്കെയാണ്, അല്ലേ? എന്നാൽ താപത്തെ ഏറ്റവും നന്നായിട്ട് കടത്തിവിടാൻ കഴിവുള്ള മെറ്റലാണ് സിൽവർ, വെള്ളി. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ് വെള്ളി, സിൽവർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സിൽവർ എന്ത് ചെയ്യുന്നില്ല? സിൽവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. യൂട്ടൻസിൽസ് ഒക്കെ നിർമ്മിക്കുന്നതിൽ, ലോഹപാത്രങ്ങളിലൊക്കെ നമ്മൾ വെള്ളി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമുക്കതിൻ്റെ റീസൺ അറിയാം. എന്താ? ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഹൈ കോസ്റ്റ് ആണ്, അല്ലേ? ഉയർന്ന വില. അതുപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി, ലെസ് അവൈലബിലിറ്റി, അതിൻ്റെ ലഭ്യത കുറവും ഒക്കെ കൊണ്ടാണ് നമുക്ക് സിൽവറിനെ എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്? യൂട്ടൻസിൽസ് ആയിട്ട് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാത്തത്. സിൽവർ എന്ന് പറയുമ്പോൾ പക്ഷേ എന്താണ്? ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് മാത്രമല്ല, ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയും എന്ത് തന്നെയാണ്? സിൽവറാണ്. അപ്പോൾ സിൽവർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഹൈ കോസ്റ്റും അതിൻ്റെ ലെസ് അവൈലബിലിറ്റിയും ഒക്കെ റീസൺസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്, കാരണങ്ങളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിൽവർ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ മോസ്റ്റ് മാലിബിൾ ആയിട്ടുള്ള മെറ്റലാണ് ഗോൾഡ്. അതുപോലെ മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റലും ഗോൾഡ് തന്നെയാണ്. അതുപോലെ ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി പറഞ്ഞു സിൽവർ, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആരാണ്? സിൽവർ ആണ്. നെക്സ്റ്റ് സോണോറിറ്റി. സോണോറിറ്റി എന്ന് പറയുന്നത് മെറ്റലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്, മറ്റൊരു സവിശേഷതയാണ് സോണോറിറ്റി. എന്തായിരിക്കും സോണോറിറ്റി എന്ന് പറയുന്നത്? എബിലിറ്റി ടു പ്രൊഡ്യൂസ് സൗണ്ട്, ശബ്ദം പുറപ്പെടുവിക്കാനുള്ള മെറ്റൽസിൻ്റെ ഒരു കഴിവിനെയാണ് സോണോറിറ്റി. എപ്പോഴായിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്ക് നോക്കാം.
The ability to produce characteristic sound when struck with a hard material ഈസ് നോൺ ആസ് സോണോറിറ്റി. അതായത് ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്കുള്ള കഴിവിനെ സോണോറിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് കട്ടിയുള്ള വസ്തു കൊണ്ട് ഉപരിതലത്തിൽ തട്ടുമ്പോഴാണ് ലോഹങ്ങൾ എന്ത് ചെയ്യുന്നത്? ശബ്ദം പുറപ്പെടുവിക്കുന്നത്. മെറ്റാലിക് ലെസ്റ്റർ അഥവാ ലോഹദ്യുതി എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ആ ഒരു ഷൈനിങ് അപ്പിയറൻസ് ആണ്. ഷൈനിങ് അപ്പിയറൻസ് ഓഫ് എ മെറ്റൽ അല്ലെങ്കിൽ ഷൈനിങ് ഓഫ് മെറ്റൽ സർഫസസ്, ലോഹങ്ങളുടെ പ്രതലത്തിൻ്റെ തിളക്കത്തെയാണ് നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് ഷൈനിങ് ഉള്ള കുറേ മെറ്റൽസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഗോൾഡ്, സിൽവർ ഒക്കെ എന്താണ്, അവയ്ക്ക് നാച്ചുറലായിട്ട് ഷൈനിങ് ഉള്ളവയാണ്. അപ്പോൾ മെറ്റൽസിൻ്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, മെറ്റൽസിൻ്റെ ഈ സർഫസിൻ്റെ ഷൈനിങ്ങിനെയാണ്, ആ തിളക്കത്തെയാണ് നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ചില മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അത്തരം മെറ്റൽസിനെ നമ്മൾ സോഫ്റ്റ് മെറ്റൽസ് എന്ന് വിളിച്ചു. ഇപ്പോൾ സോഡിയം മെറ്റലിനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ന്യൂ സർഫസ്, ആ പുതിയ സർഫസിന് എന്ത് കാണും? ഒരു ഷൈനിങ് കാണും. അതും മെറ്റാലിക് ലെസ്റ്ററിന് ഒരു എക്സാമ്പിളാണ്, ലോഹദ്യുതിക്ക് ഒരു ഉദാഹരണമാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഹാർഡ്നെസ് പറഞ്ഞു, മാലിബിലിറ്റി, ഡക്റ്റിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സോണോറിറ്റി, മെറ്റാലിക് ലെസ്റ്റർ, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി ഈ പ്രോപ്പർട്ടീസ് കൂടാതെ മെറ്റൽസിന് വേറെ ചില പ്രോപ്പർട്ടീസും ഉണ്ട്. ഉദാഹരണമായിട്ട് അതിന് മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്, അതുപോലെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്, ഉയർന്ന ദ്രവണാങ്കവും അതുപോലെ തിളനിലയും ഒക്കെയാണ് മെറ്റൽസിന്. അതുപോലെ ഡെൻസിറ്റിയും മെറ്റൽസിന് പൊതുവേ കൂടുതലാണ്. ഇവിടെയും കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു മെറ്റൽസിനെന്ന് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. എന്നാൽ ചില മെറ്റൽസിൻ്റെ കേസിൽ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് ഈ മെറ്റൽസ് എന്ത് ചെയ്യുന്നു? മെൽറ്റായി പോകും പെട്ടെന്ന്. നമ്മുടെ സാധാ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബോഡി ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റൽസ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഉരുകി മെൽറ്റായി പോകുന്ന ആയിട്ട് കാണാൻ പറ്റും. മെറ്റൽസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ വാമർ ഡേയ്സ് ഡ്യൂ ടു ദെയർ ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് താഴ്ന്ന ദ്രവണാങ്കം മൂലം ചൂടുകാലത്ത് ഉരുകിപ്പോകുന്ന ചില ലോഹങ്ങൾ, അതാണ് ഗാലിയം, സീസിയം അതിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ഇതുവരെ മെറ്റൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോൺ മെറ്റൽസ്, അലോഹങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു നോൺ മെറ്റൽസ് എന്ന് പറയുമ്പം പീരിയോഡിക് ടേബിളിൽ റൈറ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ്, വലതുവശത്തായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് നോൺ മെറ്റൽസ്. ഏകദേശം 18ഓളം നോൺ മെറ്റൽസ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. അപ്പോൾ നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം നേരെ ഓപ്പോസിറ്റ് ആണ്. മെറ്റൽസിൻ്റെ കേസിൽ നേരെ വിപരീതമായിരിക്കും നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ദേ ആർ ലെസ് ഹാർഡ്, നോ ഹീറ്റ് കണ്ടക്ടിവിറ്റി, നോ തെർമൽ കണ്ടക്ടിവിറ്റി, നോ ഡക്റ്റിലിറ്റി, നോ മാലിബിലിറ്റി, നോ സോണോറിറ്റി. അപ്പോൾ നോൺ മെറ്റൽസിൻ്റെ കേസിൽ അവർക്ക് എന്തില്ല? കാഠിന്യമില്ല, താപചാലകതയില്ല, വൈദ്യുത ചാലകതയില്ല, ഡക്റ്റിലിറ്റി ഇല്ല, മാലിബിലിറ്റി ഇല്ല, അതുപോലെ സോണോറിറ്റി ഇല്ല. അപ്പം മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണോ അതൊന്നും ആര് കാണിക്കുന്നില്ല? നോൺ മെറ്റൽസ്, അലോഹങ്ങൾ കാണിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താ? സോളിഡ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ജനറലി സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ 3 സ്റ്റേറ്റിലും അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിലും, ലിക്വിഡ് സ്റ്റേറ്റിലും, ഗേഷ്യസ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകാവസ്ഥയിലും നോൺ മെറ്റൽസ് കാണപ്പെടുന്നുണ്ട്. സോളിഡ്സ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ് കാർബൺ, സൾഫർ, അയഡിൻ, ഫോസ്ഫറസ്. അതൊക്കെ എന്താണ്? സോളിഡ്സ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള നോൺ മെറ്റലാണ് ബ്രോമിന്. അപ്പം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള നോൺ മെറ്റലാണ് ബ്രോമിന്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? മെർക്കുറിയാണ് അല്ലേ? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ട് മാറുന്ന മെറ്റലാണ് മെർക്കുറി എന്ന് പഠിച്ചു. അതുപോലെ വാമർ ഡേയ്സിൽ മെൽറ്റ് ചെയ്യുന്ന 2 മെറ്റൽസാണ്. അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായതുകൊണ്ട്, ദ്രവണാങ്കം കുറവായതുകൊണ്ട് ഉരുകിപ്പോകുന്ന 2 മെറ്റൽസ് ആയിരുന്നു ഗാലിയം, സീസിയം ഒക്കെ. ഇനി നോൺ മെറ്റൽസിൻ്റെ കേസിൽ ഒരേ ഒരു നോൺ മെറ്റലേ ഉള്ളൂ ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിൽ, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹങ്ങൾ നോൺ മെറ്റൽസ് ആണ് ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ ഹീലിയം, ആർഗൺ, ക്ലോറിൻ. അതൊക്കെ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോൺ മെറ്റൽസ് ആണ്, അലോഹങ്ങളാണ്. അപ്പോൾ നമ്മൾ നോൺ മെറ്റൽസിന് എക്സാമ്പിൾസ് പഠിച്ചു. ഇനി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ദേ റിയാക്ട് വിത്ത് എയർ, വാട്ടർ, മോയ്സ്ചർ, ആസിഡ്, സോൾട്ട്.
അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഗുണങ്ങൾ എന്ന് പറയുമ്പം മെറ്റൽസ് എന്തെല്ലാമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോന്നുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നത്. മെറ്റൽസ് എങ്ങനെയാണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, മോയ്സ്ചറുമായിട്ട്, ആസിഡുമായിട്ട്, സോൾട്ടുമായിട്ടും ഒക്കെ എങ്ങനെയാണ് മെറ്റൽസിൻ്റെ റിയാക്ഷൻ, അതാണ് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഡിയത്തെക്കുറിച്ച് പഠിച്ചു. സോഡിയം ഒരു മെറ്റലാണ്, ഒരു സോഫ്റ്റ് മെറ്റലാണ്. നമുക്കതിനെ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. അതിന് കട്ട് ചെയ്ത ന്യൂലി കിട്ടുന്ന സർഫസിന് എന്തുണ്ട്, മെറ്റാലിക് ടെക്സ്ചർ ഉണ്ടെന്നൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള സോഫ്റ്റ് മെറ്റൽസ് നമ്മൾ കെറോസിൻ, മണ്ണെണ്ണയിലിട്ടാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? അവർ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും അല്ലേ, അവരുടെ പ്രവർത്തനശേഷി വളരെ കൂടിയതുകൊണ്ടായിരിക്കും. നോക്കാം. വെരി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സ്റ്റോർഡ് ഇൻ കെറോസിൻ. വൈ? സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയ്ക്ക് കീഴിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, മണ്ണെണ്ണയ്ക്കകത്ത് വെച്ചാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? Sodium and potassium are stored in kerosene to prevent them from coming into contact with air and moisture, as they are highly reactive metals that can cause fires or explode. ഇപ്പോൾ സോഡിയവും പൊട്ടാസ്യവും ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള മൂലകങ്ങളായതിനാൽ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പോലും അവയ്ക്ക് എളുപ്പത്തിൽ തീ പിടിക്കാൻ കഴിയും. അപ്പോൾ അവരെന്ത് ചെയ്യും? എക്സ്പ്ലോഡ് ചെയ്യും. വായുവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ എന്ത് ചെയ്യുന്നത്? മണ്ണെണ്ണയിൽ, കെറോസിനിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലും കടകളിലൊക്കെ അച്ചാറും തൈരും ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ലോഹപാത്രത്തിലിട്ടാണോ? അല്ല, ചില്ലുപാത്രങ്ങളിലൊക്കെ ഇട്ടാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അച്ചാറിനകത്ത് എന്തുണ്ട്? ആസിഡുണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ടല്ലേ. തൈരിലാണെങ്കിലോ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പം ആസിഡുമായിട്ട് എന്ത് പ്രവർത്തിക്കും? ലോഹങ്ങൾ, മെറ്റൽസ് പ്രവർത്തിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവും. ആ പുതിയ സബ്സ്റ്റൻസ് എങ്ങനെയായിരിക്കും? നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും അല്ലേ. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത്? ചില്ലുപാത്രങ്ങളിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇരുമ്പെന്ന് പറയുമ്പോൾ എന്താ? ഇരുമ്പ് തുരുമ്പ് പിടിക്കും, റസ്റ്റ് ചെയ്യും, അയൺ അല്ലേ. തുരുമ്പ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇരുമ്പെന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, ലോഹമാണ്. അതെന്ത് ചെയ്യും? എയറുമായിട്ട് റിയാക്ട് ചെയ്യും. എയറും അന്തരീക്ഷത്തിലെ എയറോ വാട്ടറോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് അതിലെന്ത് ഫോം ചെയ്യുന്നത്? റസ്റ്റ് അല്ലെങ്കിൽ തുരുമ്പ് ഫോം ചെയ്യുന്നത്. കടൽ തീരത്തൊക്കെയുള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ അവിടുത്തെ ഇരുമ്പ് കമ്പികളൊക്കെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? തുരുമ്പ് പിടിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അവിടെ ഈ റസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഫാസ്റ്റായിട്ട് നടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കടൽ തീരത്തെ അന്തരീക്ഷത്തിൽ എന്തിൻ്റെ സാന്നിധ്യം കാണും? സോൾട്ട്, ഉപ്പിൻ്റെ സാന്നിധ്യം കാണും അല്ലെ, ലവണത്തിൻ്റെ സാന്നിധ്യം കാണും. അപ്പോൾ അവിടെ എന്താണ്? സോൾട്ടിൻ്റെ പ്രസൻസ് ഈ റസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ, തുരുമ്പിക്കുന്ന ഈ പ്രക്രിയ എന്ത് ചെയ്യുന്നു? വേഗത്തിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വൈ അയൺ വിൻഡോ ബാർസ് ഇൻ ഹൗസസ് ക്ലോസ് ടു സീഷോർ കൊറോഡ് ഫാസ്റ്റർ? കടൽ തീരത്തുള്ള വീടുകളിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗം തുരുമ്പിക്കാറുണ്ട്. എന്തുകൊണ്ട്? പ്രസൻസ് ഓഫ് സോൾട്ട് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ കോസസ് ഫാസ്റ്റർ റസ്റ്റിംഗ് ഓഫ് അയൺ. എന്താണ് കാരണം? അന്തരീക്ഷ വായുവിലെ ലവണത്തിൻ്റെ സാന്നിധ്യം കാരണമാണ് ഇരുമ്പ് കമ്പികൾ വേഗം തുരുമ്പ് പിടിക്കുന്നത്. അപ്പം മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്? എയറുമായിട്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ മെറ്റൽസ്, അലോഹങ്ങളും എന്ത് ചെയ്യാറുണ്ട്? എയറുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? മെറ്റൽസ്, ലോഹങ്ങൾ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മെറ്റൽ ഓക്സൈഡ്സ്, ലോഹത്തിൻ്റെ ഓക്സൈഡുകൾ, ലോഹ ഓക്സൈഡുകൾ ലഭിക്കുന്നു. ഇനിയും നോൺ മെറ്റൽസ്, അലോഹങ്ങൾ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, വായുവായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ അലോഹ ഓക്സൈഡുകൾ, മെറ്റൽസിൻ്റെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇവയുടെ പ്രത്യേകത എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റലിൻ്റെ ഓക്സൈഡ്സ് അഥവാ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് നേച്ചറായിരിക്കും അവയ്ക്കുള്ളത്. അവയ്ക്ക് ബേസിക് നേച്ചറാണ്. അതായത് ബേസസ് ആവുമ്പം അവരെന്ത് ചെയ്യും? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ നോൺ മെറ്റൽസിൻ്റെ കേസ് എടുത്താലോ, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്, അലോഹത്തിൻ്റെ ഓക്സൈഡുകൾ, അലോഹ ഓക്സൈഡുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അസിഡിക് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെയും നോൺ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെയും നേച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണെങ്കിൽ അസിഡിക് നേച്ചറുമാണ്, മെറ്റാലിക് ഓക്സൈഡ്സ് ആണെങ്കിൽ ബേസിക് നേച്ചറുമാണ് കാണിക്കുന്നത്.
ഇനി കൊറോഷൻ ഓഫ് മെറ്റൽസ്, ലോഹനാശനം എന്താണെന്ന് നോക്കാം. മെറ്റൽസ് റിയാക്ട് വിത്ത് വേരിയസ് കമ്പോണൻസ് ഓഫ് എയർ ആൻഡ് ഫോം വേരിയസ് കോമ്പൗണ്ട്സ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. അതായത് ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. അപ്പോൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ ആകാം, മോയ്സ്ചർ ആകാം, വാട്ടർ വേപ്പർ ആകാം, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പല കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു, പല സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ ലോഹനാശനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോഹനാശനത്തിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് പഠിക്കേണ്ടതാണ്. എക്സാമ്പിൾസ് ഓഫ് കൊറോഷൻ: റസ്റ്റിംഗ് ഓഫ് അയൺ, നമുക്കറിയാവുന്നതാണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത് അല്ലേ. അതുപോലെ ടാർണിഷിങ് ഓഫ് കോപ്പർ, ചെമ്പ് ക്ലാവ് പിടിക്കുന്നു. ഇതൊക്കെ എന്താണ്, കൊറോഷന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് എങ്ങനെ കൊറോഷനെ തടയാൻ പറ്റും, ലോഹനാശനത്തെ എങ്ങനെ തടയാൻ പറ്റും? അപ്പോൾ 2 മെത്തേഡ്സ് നമുക്കത് അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കൊറോഷൻ, ലോഹനാശനത്തെ തടയാനായിട്ട്? അപ്ലൈ ഓയിൽ ഓർ ഗ്രീസ്, എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവയൊക്കെ തേക്കും. ത്രൂ പെയിൻറ്റിങ്, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യും. തുരുമ്പൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇരുമ്പിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പെയിൻറ്റ് ചെയ്യാറുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൊറോഷൻ. അപ്പം മെറ്റൽസിൻ്റെ കൊറോഷൻ മൂലം, ലോഹനാശനം മൂലമുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഒബ്ജക്റ്റ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ബ്രേക്ക് ഡ്യൂ ടു ഡിറ്റീറിയേഷൻ ഓഫ് ദെയർ സ്ട്രെങ്ത്. അതായത് ലോഹനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകും. അപ്പോൾ തുരുമ്പ് പിടിക്കുകയും അതുപോലെ ഇങ്ങനെ ലോഹനാശനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവയ്ക്കുള്ള ബലം കൂടി എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടത് പൊട്ടിപ്പോകും. ഇലക്ട്രിക് സർക്യൂട്ട് സ്റ്റോപ്പ് വർക്കിംഗ്, അതുപോലെ വൈദ്യുത സർക്യൂട്ടുകളൊക്കെ എന്ത് ചെയ്യും, പ്രവർത്തിക്കാതെയാകും. അപ്പോൾ അവിടെ അവരുടെ ലോഹനാശനം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പ്രവർത്തനരഹിതമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ റിസൾട്ട് ഇൻ എക്കണോമിക് ലോസ്, അതുപോലെ വൻ സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. അലോയ്സ്, ലോഹസങ്കരങ്ങൾ. മെറ്റൽസ് കമ്പൈൻ വിത്ത് അതർ മെറ്റൽസ് ഓർ നോൺ മെറ്റൽസ് ടു ഫോം അലോയി. എങ്ങനെയാണ് അലോയ്സ് ഉണ്ടാകുന്നത്? അതായത് ലോഹങ്ങൾ മറ്റ് ലോഹങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അലോഹങ്ങളുമായിട്ടോ കൂടിച്ചേർന്നിട്ടാണ് ലോഹസങ്കരങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബ്രാസ്, ബ്രോൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ അലോയ്സ്, ലോഹസങ്കരത്തിന് എക്സാമ്പിൾസ് ആണ്. ബ്രാസ് എന്ന് പറയുമ്പം കോപ്പർ എന്ന് പറയുന്ന മെറ്റലും അതുപോലെ സിങ്ക് എന്ന് പറയുന്ന മെറ്റലും കൂടെ ചേർന്നാണ് ബ്രാസ്, പിച്ചള ഫോം ചെയ്യുന്നത്. ബ്രോൺസ് എന്ന് പറയുമ്പോൾ വെങ്കലം, അത് കോപ്പർ എന്ന് പറയുന്ന മെറ്റലും ടിന്നും കൂടി ചേർന്നിട്ടാണ് ബ്രോൺസ് ഫോം ചെയ്യുന്നത്. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന അലോയുടെ കാര്യം പറഞ്ഞു, അത് അയണും കാർബണും കൂടി ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ അലോയ്സിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ നോൺ മെറ്റൽസ് ചേർക്കുമെന്ന് പറഞ്ഞല്ലോ. മെയിനായിട്ടും ചേർക്കുന്നത് കാർബൺ, ഫോസ്ഫറസ് പോലെയുള്ള നോൺ മെറ്റൽസ് ആണ് അലോയ്സിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ചേർക്കുന്നത്. മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പം മെറ്റൽസ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണെന്നാണ്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, കൊബാൾട്ട്, സിങ്ക്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ലോഹങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് ദ മെറ്റൽ ദാറ്റ് പ്രസൻറ്റ് അബണ്ടൻ്റ്ലി ഇൻ അവർ ബോഡി എന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. കാൽസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺസിലും ടീത്തിലും പല്ലുകളിലും എല്ലുകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ മെറ്റൽ പ്രസൻറ്റ് ഇൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡിൽ രക്തത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് ഏത്? അയൺ. ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ബ്ലഡ്, അയൺ. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അപ്പോൾ മെറ്റൽസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നോൺ മെറ്റൽസുമുണ്ട്, അലോഹങ്ങളുമുണ്ട് അല്ലേ. ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, അങ്ങനെ കുറേ നോൺ മെറ്റൽസും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.